നല്ല സോഫ്റ്റ് പൂരിയും നാടൻ കോഴിക്കറിയും നല്ല രസമല്ലേ. ആർക്കാ ഇഷ്ടമല്ലാത്തത്? നോൺ കഴിക്കുന്ന എല്ലാവരും കഴിക്കുമല്ലേ. അപ്പം അത്രയ്ക്കും ടേസ്റ്റാണ്. ഈ ഒരു കോമ്പോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ 1 കിലോ നാടൻ കോഴിയുടെ ഇറച്ചി എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് മഞ്ഞ കളറ്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, ലേശം മല്ലിയില, പിന്നെ തേങ്ങാക്കൊത്ത്. ഞാൻ കൊത്തായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചിരവി എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ വെക്കാനായിട്ടൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഒരു പട്ട, 4 ഗ്രാമ്പ്, 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി വൃത്തിയാക്കി എടുക്കുന്നത് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് വൃത്തിയാക്കി എടുത്ത കണ്ണു എരിയില്ല, പെട്ടെന്ന് നന്നാക്കാനായിട്ട് കിട്ടും. വലിയ ഉള്ളി ഉപയോഗിക്കാം, പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 4-5 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു 1.5 ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരപ്പ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയുണ്ട്, സാധാ മുളക് പൊടിയുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പും ലേശം മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം തുറക്കുക. കോഴിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അത് നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് 2 തക്കാളിയും പിന്നെ മിക്സിയുടെ ജാറ് ഒന്ന് ചുറ്റിച്ച വെള്ളം, 1 ഗ്ലാസ് വെള്ളം, അങ്ങനെ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒരു 4 വിസിൽ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കറി ഇവിടെ റെഡിയായി. ഇനി വേറെ ഒന്നുമില്ല. ലേശം മല്ലിയില തൂവുക, ചപ്പാത്തിയോ പൂരിയോ എന്തിൻ്റെ കൂടെ വെച്ചാൽ കഴിക്കുക. എല്ലാവരും ട്രൈ ആക്കുക. ഓക്കെ, ബൈ.